ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് 4ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ യൂണിറ്റിലെ എല്ലാ ആക്ടിവിറ്റീസുമായിട്ടുമാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ, ഓരോ ആക്ടിവിറ്റീസിൻ്റെയും ആൻസേഴ്സ് നോക്കാം. ആക്ടിവിറ്റി 1. ദ ഫയർമാൻ ഗേവ് എൻ അവാർഡ് ടു ദിൽന. ഫയർമാൻ ദിൽനയ്ക്ക് അവാർഡ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അന്ന് ദിൽന എഴുതുന്ന ഒരു ഡയറി കംപ്ലീറ്റ് ആക്കാനാണ് ഇവിടെ പറയുന്നത്. ഡയറി എഴുതുമ്പോൾ സാധാരണ നമ്മൾ ഡേറ്റും ഡേ ഒക്കെ കൊടുക്കും, അതിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഐ ബിക്കെയിം എ റിയൽ ഹീറോ ടുഡേ. ഞാനൊരു യഥാർത്ഥ ഹീറോ ആണ് അല്ലേ. പിന്നെ അതിന് ശേഷം എഴുതേണ്ടതാണ് നോക്കുന്നത്. ഐ സേവ്ഡ് മൈ മദർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫയർമാൻ. ഞാൻ ഫയർമാൻ്റെ സഹായത്തോടെ എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചു. ഐ വാസ് പ്ലേയിങ് വിത്ത് മൈ ബ്രദർ ഇൻ ദ ബാക്ക് യാർഡ്. ഞാനും എൻ്റെ സഹോദരനും വീടിൻ്റെ പിറകുവശത്ത് നിന്ന് കളിക്കുകയായിരുന്നു. ആഫ്റ്റർ പ്ലേയിങ് വി സോ അവർ മദർ വാസ് ലൈയിങ് ഓൺ ദ ഫ്ലോർ. കളിച്ചതിന് ശേഷം അകത്ത് കയറിയപ്പോൾ എന്താണ് കണ്ടത്? അമ്മ തറയിൽ വീണ് കിടക്കുന്നതാണ് കണ്ടത്. ഷീ ഡിഡിൻറ്റ് മൂവ്. അവൾ ചലിക്കുന്നില്ല. ഐ വാസ് സ്കെയേർഡ്. എനിക്ക് പേടിയായി. ദെൻ ഐ കോൾ 101 ദ എമർജൻസി നമ്പർ ടു ദ ഫയർ സ്റ്റേഷൻ. ഉടനെ ഞാൻ 101 വിളിച്ചു. 101 ഫയർ സ്റ്റേഷനിലെ നമ്പറാണ്, അതിലേക്ക് വിളിച്ചു. സഡൻലി ദ ഫയർമാൻ കെയിം ആൻഡ് ഹെൽപ്ഡ് മൈ മദർ ടു വേക്കപ്പ്. പെട്ടെന്ന് തന്നെ ഫയർമാൻ വന്നു, എൻ്റെ അമ്മയെ എഴുന്നേൽക്കാൻ വേണ്ടി സഹായിച്ചു. ദേ അപ്രീസിയേറ്റഡ് മീ ആൻഡ് സെഡ് യു ആർ ദ റിയൽ ഹീറോ. അങ്ങനെ അവരെന്നെ അഭിനന്ദിച്ചു. പിന്നെ പറഞ്ഞു, നീയാണ് യഥാർത്ഥ ഹീറോ എന്ന് പറഞ്ഞു. അറ്റ് ദാറ്റ് ടൈം ഐ ബിക്കെയിം വെരി ഹാപ്പി. അല്ലേ, അവരങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. I realized that in an emergency situation we can call 101. ഇങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ എവിടെയാണ് വിളിക്കേണ്ടത്? 101 വിളിക്കേണ്ടതെന്ന് എനിക്കറിയാമായിരുന്നു. ആസ് മൈ ഗ്രാൻഡ് മദർ സെഡ്. ഇത് ആരെ ഇവൾക്ക് പറഞ്ഞു കൊടുത്തത്? ഇവളുടെ ഗ്രാൻഡ് മദർ. ഷീ ടോട്ട് മീ എ ഗ്രേറ്റ് ലെസൺ. ആ ഗ്രാൻഡ് മദർ എനിക്കൊരു വലിയ പാഠമാണ് പഠിപ്പിച്ചു തന്നത്. താങ്ക്സ് ഫോർ ഓൾ. എല്ലാവർക്കും നന്ദിയുണ്ട്. ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡയറി. ആക്ടിവിറ്റി 2. Read the following sentences and check whether they are true or false. ഇവിടെ കുറച്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, അത് ശരിയാണോ തെറ്റാണോ എന്ന് ഓരോ കോളത്തിലും അടയാളപ്പെടുത്തുക. ഫസ്റ്റ് വൺ, ദിൽന ആൻഡ് ഐസക് വെയർ പ്ലേയിങ് ഇൻ ദ ലിവിങ് റൂം. ഇവിടെ ലിവിങ് റൂമിൽ നിന്നല്ല അവർ കളിച്ചത്, ബാക്ക് യാർഡിൽ നിന്നാണ് കളിച്ചത്, അപ്പോൾ അത് ഫോൾസ് ആണ്. സെക്കൻഡ്, ദ ഫയർമാൻ ഗേവ് ദിൽനാസ് മദർ സം വാട്ടർ ടു വേക്ക് അപ്പ് ഹെർ. അല്ലേ, അത് ശരിയാണ്, മുഖത്ത് വെള്ളം തളിക്കുകയാണ് ചെയ്തത്. തേർഡ് വൺ, ദിൽന റിമെമ്പേർഡ് ദ ഗെയിം ഷീ യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹർ മദർ. ഇവിടെ ദിൽനക്കൊരു കളി ഓർമ്മ വന്നു. അത് ആരുമായി കളിക്കുന്നതാണ്? ഗ്രാൻഡ് മദറാണ്. പക്ഷേ ഇവിടെ മദറാണ് കൊടുത്തിട്ടുള്ളത്, അതപ്പോൾ തെറ്റാണ്. നെക്സ്റ്റ്, ദിൽന വാസ് ഇൻവൈറ്റഡ് ടു ദ ഫയർ സ്റ്റേഷൻ ടു റിസീവ് ആൻ അവാർഡ്. അല്ലെ, അവാർഡ് വാങ്ങാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്, അത് ശരിയാണ്. നെക്സ്റ്റ്, ദിൽന ഓവർകെയിം ദ എമർജൻസി സിറ്റുവേഷൻ ബേസ്ഡ് ഓൺ ഹെർ പാസ്റ്റ് എക്സ്പീരിയൻസസ്. മുമ്പത്തെ എക്സ്പീരിയൻസ് വെച്ചല്ല ദിൽന ഇപ്പോൾ അമ്മയെ രക്ഷിച്ചത്, അപ്പോൾ അത് തെറ്റാണ്. ഇനി പറയുന്നത് ആ തെറ്റായത് ശരിയാക്കിയിട്ട് ഇവിടെ എഴുതാൻ വേണ്ടിയാണ്. അപ്പോൾ ഒന്നാമത്തെ കൊടുത്തിട്ടുണ്ട്, ദിൽന ആൻഡ് ഐസക് വെയർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ്. ദിൽന റിമെമ്പേർഡ് ദ ഗെയിം ഷീ യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. ഇവിടെ മദറാണുള്ളത്, ഗ്രാൻഡ് മദറാണ് ശരി. ദിൽന ഓവർകെയിം ദ എമർജൻസി സിറ്റുവേഷൻ ബേസ്ഡ് ഓൺ ഹെർ സ്മാർട്ട്നെസ്. അല്ലേ, ഇവിടെ ഉള്ളത് എന്താണ്? മുൻ എക്സ്പീരിയൻസ് വെച്ചിട്ടാണെന്നുള്ളത്, പക്ഷെ അതല്ല, ഇവളുടെ സ്മാർട്ട്നെസ് കാരണമാണ് രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ആക്ടിവിറ്റി 3 പറയുന്നത് ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് നോട്ടീസിൻ്റെ, അതുപോലെ മറ്റൊരു നോട്ടീസ് തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. വെന്യൂ കൊടുത്തിട്ടുണ്ട്, ചെറുവപ്പാടി ഫയർ സ്റ്റേഷൻ ഹാള്. ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ടൈം കൊടുത്തിട്ടുണ്ട്, പിന്നെ ചീഫ് ഗസ്റ്റ് ആരാണെന്ന് കൊടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റി 4, കോൺവെർസേഷൻ ബിറ്റ്വീൻ ദിൽന ആൻഡ് ദ ഓഫീസർ. ഫയർ സ്റ്റേഷനിലെ ഓഫീസറും ദിൽനയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, ഒരു ടെലിഫോൺ കോൺവെർസേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് നമ്മൾ കംപ്ലീറ്റ് ആക്കണം. ആക്ടിവിറ്റി 5 പിക്ചറിന് അനുയോജ്യമായ പേര് നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി പറയുന്നത് ഇതേപോലെ എമർജൻസി സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് പറയാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ.
ബ്രദർ were playing in the backyard. She ran to the door and opened it. ഇവിടെ ദിൽന, ബാക്ക്യാർഡ്, ഡോർ എന്നിവയെല്ലാം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതാണ് നെയിമിംഗ് വേർഡ്സ്. നെയിമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെയിംസ് ഓഫ് പീപ്പിൾ, പ്ലേസ്, ആനിമൽസ് ആൻഡ് തിങ്സ്. ഇവയുടെയൊക്കെ പേരുകളാണ് നെയിമിംഗ് വേർഡ്സ് എന്നറിയപ്പെടുന്നത്. ഇനി ടെക്സ്റ്റ് ബുക്കിലെ കൂടുതൽ നെയിമിംഗ് വേർഡ്സ് കണ്ടെത്തി എഴുതണം.